എല്ലാവർക്കും പ്ലസ് ഓർ മൈനസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ട്രെയിനിലെ പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. 500 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു സിഗ്നൽ പോസ്റ്റിനെ മറികടക്കാൻ 10 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ തീവണ്ടിയുടെ വേഗത എന്ത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ഡേറ്റ എന്താ നോക്കുക. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് നോക്കുക. അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ എഴുതുന്നു, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാ? 500 മീറ്റർ നീളം. അപ്പോൾ അതെന്താണ്? ദൂരം അല്ലേ? ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 500 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ആ 500 മീറ്റർ മറികടക്കാൻ ആ ട്രെയിനിന് എടുക്കുന്ന സമയം എത്രയാ? 10 സെക്കൻഡ്. അതായത് ട്രെയിനിന്റെ സമയം, ടൈം എത്രയും തന്നിട്ടുണ്ട്? 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? വേഗത അല്ലെങ്കിൽ സ്പീഡ്. അപ്പോൾ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ദൂരം ബൈ സമയം അല്ലേ? സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നോക്കൂ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 500 മീറ്റർ ബൈ ടൈം എത്രയാ? 10 സെക്കൻഡ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 0 വെട്ടിപ്പോയി, ബാക്കി 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് നമുക്ക് കിട്ടി. എന്താണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ട്രെയിൻ, അതേമാതിരി ബോട്ട് ആൻഡ് സ്ട്രീം, അതേമാതിരി സ്പീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിറ്റ് കൺവേർഷൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് തരാറ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മുടെ ഓപ്ഷനിൽ എന്താ ഉള്ളത് നോക്കിയേ? എല്ലാ ഓപ്ഷനും കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് നമ്മൾ 50 എന്ന് കാണുമ്പോൾ നേരെ അങ്ങ് 50 കിലോമീറ്റർ പെർ അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചിലപ്പോൾ മാർക്ക് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ എന്താണ്? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ഓപ്ഷനിലുള്ളത് എന്താ? 50 കിലോമീറ്റർ പെർ അവർ ആണ്. അതൊരിക്കലും മാർക്ക് ചെയ്തത്, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ്? ഇവിടെ ഒക്കെ കിലോമീറ്റർ പെർ അവർ ആയത് കാരണം നമ്മൾ ഈ മീറ്റർ പെർ സെക്കൻഡിന് എന്ത് വേണം? കിലോമീറ്റർ പെർ അവർക്ക് മാറ്റണം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ, അതായത് ചെറുതിനെ വലുതാക്കാൻ എന്താ ചെയ്യുക? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 50 × 18/5 കിലോമീറ്റർ പെർ അവർ ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ വെട്ടിപ്പോവാ. 5 5 ഒരു തവണ, ഇതിൽ 10 തവണ. അപ്പോൾ എത്രയാ? 180 കിലോമീറ്റർ പെർ അവറായിട്ട് അത് മാറി. ഓപ്ഷൻ ഏതാ നോക്കൂ? ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? അടുത്ത പ്രോബ്ലം നോക്കൂ. 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ ഓടുമ്പോൾ പാതവക്കിലെ ഒരു വിളക്കുകാലിനെ തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താ നമുക്ക് തന്നിരിക്കണേ? നമുക്ക് ആദ്യം നോക്കാം. എന്താ തന്നിരിക്കണേ? 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? തീവണ്ടിയുടെ നീളം, അതായത് 300 മീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ദൂരം 300 മീറ്റർ. ഇനി മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിലാണ് ആ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? സ്പീഡ് അല്ലേ? അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വേഗത എന്താണെന്ന് തന്നിട്ടുണ്ട്? ഒരു മണിക്കൂറിൽ അത് 54 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 54 കിലോമീറ്റർ പെർ മണിക്കൂറാണ്, അല്ലെങ്കിൽ 54 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ദൂരവും കിട്ടി, വേഗതയും കിട്ടി അല്ലേ? ഡിസ്റ്റൻസും സ്പീഡും കിട്ടി. അപ്പോൾ നമുക്ക് കാണേണ്ട എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ടൈം ആയിരിക്കും അല്ലേ? നോക്കൂ, അപ്പോൾ ഒരു വിളക്കുകാലിനെ തരണം ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഒരു വിളക്കുകാലം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആ വഴിവക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ തരണം ചെയ്യാനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? പോയിന്റ് ഒബ്ജക്റ്റിന് ആ ട്രെയിൻ മറികടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ആ ട്രെയിനിന്റെ ലെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ചില കേസിൽ പാലം അല്ലെങ്കിൽ ബ്രിഡ്ജ്, അതേമാതിരി പ്ലാറ്റ്ഫോം ഒക്കെ വരും അല്ലെ? ആ കേസിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? അപ്പോൾ ആ പ്ലാറ്റ്ഫോമിന്റെ ദൂരം നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ? അതായത് ആ പ്ലാറ്റ്ഫോമിന് ആ ട്രെയിൻ മറികടക്കുക എന്ന് പറയുമ്പോൾ ആ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് മാത്രമല്ല അത് സഞ്ചരിക്കേണ്ടത്, പിന്നെയോ ആ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു ദൂരത്തിനും കൂടെ അതങ്ങ് കടന്നു പോകണം അല്ലെ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആകെ ദൂരം എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ ദൂരം പ്ലസ് ട്രെയിനിന്റെ ദൂരം. ഓക്കെ, പക്ഷേ ഒരു സിഗ്നൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെ വഴിവക്കിലുള്ള ഒരു മരത്തിനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രമേ നമ്മൾ കാണണ്ടുള്ളൂ? ആ ട്രെയിനിന്റെ ലെങ്ത്, ആ ട്രെയിനിന്റെ നീളം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പം നമുക്ക് കാണേണ്ടത് എന്താണ്? ടൈം. ടി ഈക്വൽ ടു എന്താണ്? അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ? ഡിസ്റ്റൻസ് എത്രയും തന്നിട്ടുണ്ട്? 300 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡോ 54 കിലോമീറ്റർ പെർ അവറാണ്.
അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് മീറ്റർ, ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. ഒന്നുകിൽ നിങ്ങൾ ഇത് ഈ മീറ്ററിന് കിലോമീറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിന് ആണ്ടിക്ക് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റും അല്ലേ? കാരണം ഇതിന് കിലോമീറ്റർ ആക്കുന്നതിനൊക്കെ എളുപ്പം ഇതല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, കിലോമീറ്റർ പെർ അവറിന് നമുക്ക് ഇവിടെ ഏതാണ് തന്നിരിക്കുന്നത്, സമയവും ഡിസ്റ്റൻസും തന്നിരിക്കുന്ന യൂണിറ്റ് അനുസരിച്ചിട്ട് മീറ്ററും സെക്കൻഡും ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റും അല്ലേ? അപ്പോൾ 54 കിലോമീറ്റർ പെർ അവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റർ പെർ സെക്കൻഡ് എന്താ, 15 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ചില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില വാല്യൂസ് ഉണ്ടല്ലോ. കാരണം ഒരുപാട് എക്സാംസിന് ഇങ്ങനെ കൺവേർഷൻ വരും അല്ലേ? അപ്പോൾ ഈ കൺവേർഷൻ വരുന്നത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില വാല്യൂസ് ഉണ്ടാവും, ചില യൂണിറ്റുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ അല്ലേ? ഇപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് പഠിക്കുന്നുണ്ട്, ചിലത് സ്ക്വയേഴ്സ് പഠിക്കുന്നുണ്ട്, ചിലത് എന്താ പറയുക ക്യൂബ്സ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് പഠിക്കുന്നുണ്ട്. ചില പെർസെൻറ്റേജ് സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? അതേമാതിരി ഇതിലും കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതും കൂടെ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടി ചെറുതാക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒന്നും നിങ്ങൾ നിൽക്കേണ്ട. അത് എന്തായിരിക്കും, 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, 54 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക, വലുതിനെ ചെറുതാക്കുക. അപ്പോൾ എന്താ വേണ്ടേ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 18 ഒരു തവണ, 54 3 തവണ, 3 5 15. അപ്പം നിങ്ങൾ ഈ വെട്ടി ചെറുതാക്കുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അങ്ങനെ എഴുതുമ്പോൾ ലാഭിക്കാം. അതാണ് അതിൻ്റെ കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങളെപ്പോഴും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇതെന്തായിട്ട് മാറി, ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 300/15 ആയിട്ട് മാറി. അപ്പോൾ 300/15 എന്ന് പറയുമ്പോൾ 15 15 ഒരു തവണ, 30 2 തവണ, ബാക്കി 0. അപ്പോൾ 20 സെക്കൻഡ്. അപ്പോൾ എന്താ സമയം എന്ത് കിട്ടി, 20 സെക്കൻഡ് എന്ന് കിട്ടി. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇപ്പം നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിളക്ക് കാലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ട്രെയിനിൻ്റെ തന്നെയാണ്. ഇനി അടുത്തതിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള പ്രോബ്ലം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 100 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കാണേണ്ടത് എന്താണ്, സമയമാണ്. എന്തിൻ്റെ സമയമാണ്? 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് എത്ര സമയം എടുക്കും? അപ്പോൾ അവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാ, നമുക്ക് കാണേണ്ടത് എന്താണ്, ടൈമാണ് അല്ലേ? ഈ പാലത്തിൻ്റെ കേസും കൂടെ വരുമ്പോഴുള്ള ടൈമാണ്. അതായത് 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 300 മീറ്റർ വീതിയുള്ള ഒരു പാലം കടക്കാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കാണേണ്ടത് ടൈം. ഇനി എന്തൊക്കെ ഡേറ്റ തന്നിരിക്കണേ നോക്കിയേ. 100 മീറ്റർ നീളമുള്ള തീവണ്ടി 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ, അപ്പോൾ നമ്മൾ എടുക്കേണ്ട ദൂരം അല്ലേ? ടൈമിൻ്റെ ഇക്വേഷൻ എന്താ, ദൂരം ബൈ സ്പീഡ് അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്, അപ്പോൾ 100 + 300 എടുക്കണം. ഓക്കെ ആണോ? ട്രെയിനിൻ്റെ നീളം 300 മീറ്റർ എന്ന് പറയുന്നത് പാലത്തിൻ്റെ നീളം. അപ്പം 100ഉം 300ഉം 400 മീറ്ററാണ് നമ്മൾ ആകെ എടുക്കേണ്ട ദൂരം. ആ 400 മീറ്റർ കടക്കാൻ ആ ട്രെയിനിന് എത്ര സമയം എടുക്കും? അപ്പം സമയം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കാണണം അല്ലേ? സ്പീഡ് പക്ഷേ ഇതിൽ തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തന്നിരിക്കണേ നോക്കി. ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ, 100 മീറ്റർ സഞ്ചരിക്കാൻ ആ ട്രെയിനിന് എന്ത് എടുക്കുന്നുണ്ട്, 3 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുമ്പോൾ എന്താണ്, ഇത്ര ദൂരം സഞ്ചരിക്കാൻ ഇത്ര സമയം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, സ്പീഡ് അല്ലേ? അപ്പം എന്താണ് ശരിക്കും സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത്? 100 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ, 1 സെക്കൻഡിൽ 100/3 മീറ്റർ അത് സഞ്ചരിക്കുന്നു അല്ലേ? അപ്പോൾ സ്പീഡ് എന്താണ്, 100/3 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 3 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ 1 സെക്കൻഡിൽ 100/3 മീറ്റർ ആ ട്രെയിൻ സഞ്ചരിക്കുന്നു. അതിനാണ് ഈ ഒരു ഡേറ്റ ഇവിടെ തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, 100 മീറ്റർ സഞ്ചരിക്കാൻ എന്ന് പറയുമ്പോൾ ഈ 100ഉം ടോട്ടൽ 200 കൺസിഡർ ചെയ്യേണ്ടതെന്ന് വേണോ? 100 മീറ്റർ കടക്കാൻ എന്നാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ, 100 മീറ്റർ ലെങ്ത്തുള്ള എന്തോ ഒരു സാധനത്തിനെ മറികടക്കാൻ എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ 100 മീറ്റർ ആ സാധനം എന്താണോ അതിൻ്റെ 100 മീറ്റർ പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത്തായ 100 മീറ്ററും കൺസിഡർ ചെയ്യണം. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ട്രെയിനിന് ആകെ ആ ട്രെയിനിൻ്റെ ലെങ്ത്തോ എന്തോ ആയിക്കോട്ടെ, ട്രെയിനിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ പാലത്തിൻ്റെ ലെങ്ത്തോ എന്തോ ആയിക്കോട്ടെ, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ആ ട്രെയിനിന് ഇത്ര സമയം എടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്പീഡാണ്. അപ്പം നമ്മളവിടെ വേറെ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല.
100 മീറ്റർ സഞ്ചരിക്കാൻ ആ ട്രെയിൻ ആകെ എടുക്കുന്നത് 3 സെക്കൻഡാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ 100 എന്നുള്ളത് ട്രെയിനിൻ്റെ ലെങ്ത് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന് മറികടക്കുന്നതാണോ അങ്ങനെയൊന്നുമല്ല. ആ ട്രെയിനിന് 100 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു. അതാണ് അവിടെ സാരം. മനസ്സിലായല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പം അത് നമുക്ക് സ്പീഡിൻ്റെ ഡാറ്റ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നതാണ്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് സ്പീഡ് എന്ത് കിട്ടി? 100/3. ഇനി നമുക്ക് ഉത്തരം കാണാലോ. എന്താ സ്പീഡ് എന്താന്ന് കിട്ടി? 100/3. ഓക്കെ. അപ്പോൾ 400/100/3. അപ്പം എന്തായി? 400 × 3/100 അല്ലേ? ഈ 100/3 അങ്ങോട്ട് തിരിച്ചിട്ടു. അപ്പം എന്താ? ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. 3 12 സെക്കൻഡ്. ഓക്കെ ആണോ? മീറ്റർ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മീറ്ററും ക്യാൻസൽ ചെയ്ത് പോയി, സെക്കൻഡ്. ഓക്കെ, 12 സെക്കൻഡ് സമയം എടുത്തു. ഓക്കെ ആണോ? ഇനി ഇത് ഇങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും കൂടെ ചിന്തിക്കാം. എങ്ങനെയാണെന്നറിയോ? അതായത് 100 മീറ്റർ സഞ്ചരിക്കാൻ അതിന് 3 സെക്കൻഡ് എടുക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഒരു പാലം മറികടക്കാൻ, അതായത് 300 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ അപ്പോൾ ആ ട്രെയിനിന് എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 100 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു. അപ്പം 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 300 മീറ്ററും കൂടെ സഞ്ചരിക്കാൻ, അതായത് 100 + 300 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം അല്ലേ? അതായത് 100-ന് 3 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ 400-ന് 100 + 300 400-ന് എത്ര സെക്കൻഡ് എടുക്കും? 100-ന്റെ എത്ര ഇരട്ടിയാണ്? 400. 4. അപ്പം 3-ന്റെ 4 ഇരട്ടി എത്രയാ? 12. ഇങ്ങനെ കണ്ടാൽ മതി. വളരെ എളുപ്പമാണ് അല്ലേ? അതായത് 100 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ 100 മീറ്റർ നീളമുള്ള തീവണ്ടി 300 മീറ്റർ നീളമുള്ള പാലം മറികടക്കാൻ എന്ന് പറയുമ്പോൾ 400 മീറ്റർ. ആ 400 മീറ്റർ മറികടക്കാൻ ആ തീവണ്ടിക്ക് എത്ര സമയം എടുക്കും? 100 മീറ്ററിന് 3 സെക്കൻഡ് ആണെങ്കിൽ 400 മീറ്റർ എന്ന് പറയുമ്പോൾ 4 ഇരട്ടി 3 12 സെക്കൻഡ് എടുക്കും. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് കാണാവുന്നേ ഉള്ളൂ അല്ലേ? ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് കാണാം. അതാണ് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഒരു എളുപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നോക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഏത് മെത്തേഡോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈസി ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ. ഓക്കെ, ഇനി ഈ ഒരു ചോദ്യം നോക്കിയേ. 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം വേണം? ഇവിടെ എന്താ തന്നിരിക്കണേ നോക്കിയേ. 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ, അതിൻ്റെ അർത്ഥം എന്താ? ആകെ ഡിസ്റ്റൻസ് എന്താ? 200 മീറ്റർ. അതായത് 100 മീറ്റർ നീളമുള്ള ഒരു പാലത്തിന് മറികടക്കണം. ആര്? 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി. അപ്പോൾ തീവണ്ടിയുടെ നീളം നമ്മൾ കൺസിഡർ ചെയ്യണം, പാലത്തിൻ്റെ നീളം നമ്മൾ കൺസിഡർ ചെയ്യണം. നേരത്തെ ചോദ്യത്തിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആകെ 200 മീറ്റർ കടക്കാൻ അതിന് എത്ര സമയം എടുക്കുന്നുണ്ട്? 3 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഓക്കെ ആണോ? 200 മീറ്റർ മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ്? 3 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? ആർക്ക്? ഈ 100 മീറ്റർ നീളമുള്ള ഇതേ തീവണ്ടിക്ക് 300 മീറ്റർ നീളമുള്ള ഒരു പാലമാണ് മറികടക്കണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ദൂരം? 100 + 300 പാലത്തിൻ്റെ നീളം. അപ്പോൾ 400 മീറ്റർ മറികടക്കാൻ എത്ര സമയമെടുക്കും? ഓക്കെ ആണോ? 200-ന്റെ എത്ര ഇരട്ടിയാണ് 400? 2. അപ്പോൾ എത്രയായിരിക്കും സമയം? 3-ന്റെയും 2 ഇരട്ടി എത്രയാ? 6 സെക്കൻഡ്. ഡയറക്റ്റ് കാണാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അതായത് 200 മീറ്റർ മറികടക്കാൻ, അതായത് 100 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 3 സെക്കൻഡ് എടുക്കുന്നു. അതേ തീവണ്ടിക്ക് 300 മീറ്റർ നീളമുള്ള ഒരു പാലം എന്ന് പറയുമ്പോൾ 300 + 100 400 മീറ്റർ മറികടക്കാൻ എത്ര എടുക്കും സമയം? 200 മീറ്ററിന് 3 ആണെങ്കിൽ 400 മീറ്ററിന് എത്ര സെക്കൻഡ് ആയിരിക്കും? 6 സെക്കൻഡ്. കാരണം സ്പീഡ് ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 200 മീറ്ററിന് സമയം എത്ര എടുക്കുന്നത്? 3. ഇവിടെ ദൂരം കൂടി. ദൂരം കൂടുമ്പോൾ കറസ്പോണ്ടിങ് സമയം കൂടിയാലല്ലേ സ്പീഡ് കോൺസ്റ്റന്റ് ആവുള്ളൂ. അങ്ങനെ നിങ്ങളൊക്കെ എങ്ങനെ വേണേൽ ചിന്തിക്കുക കേട്ടോ. ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി പലതായിരിക്കും. എല്ലാവരും ഒരേപോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ ലോകം ഇങ്ങനെ ആവില്ലല്ലോ അല്ലേ? പലരും പല രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങൾ കണ്ടെത്തുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ദൂരം കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് സമയം കൂടുതൽ എടുക്കില്ലേ? കാരണം സെയിം സ്പീഡല്ലേ? മനസ്സിലായോ? കോൺസ്റ്റന്റ് സ്പീഡല്ലേ? അപ്പോൾ ദൂരം കൂടുമ്പോൾ സമയം കൂടും. രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു വെക്കുള്ളൂ. വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്കത്. ഓക്കെ, ഇനി
നമുക്കിത് ഡയറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കാണണ്ടേ? 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 100 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് എത്ര സമയം എടുക്കും അല്ലേ? കാണേണ്ടത് സമയം ടി. അപ്പോൾ ടി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഡി ബൈ എസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കണേ? ടി കാണണം. ഡി തന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എന്താണ്? 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 100 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? 300 പ്ലസ് 100. ഇനി സ്പീഡ് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ്ലി തന്നിട്ടില്ല, ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എന്താണ്? 100 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 100 മീറ്റർ നീളമുള്ള ഈ തീവണ്ടിക്ക് എത്ര സമയം എടുക്കും? 3 സെക്കൻഡ്. അപ്പോൾ അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 100, അതായത് 200/3 അല്ലേ? 200/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് അല്ലേ? അതായത് 3 സെക്കൻഡ് കൊണ്ട് അത് 200 മീറ്റർ സഞ്ചരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഒരു സെക്കൻഡിൽ 200/3 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ സ്പീഡ് എന്താണ്? 200/3. അപ്പോൾ സ്പീഡ് നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതി 200/3. അപ്പോൾ 300 പ്ലസ് 100 എന്ന് പറയുമ്പോൾ 400 ഇൻറ്റു 200/3 തിരിച്ചിട്ടു അല്ലേ? 3/200. 200-ൽ 200 ഒരു തവണ, 400-ൽ 2 തവണ. അപ്പോൾ 6 സെക്കൻഡ്. ഓക്കെ അല്ലേ? ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം വെറുതെ സമയം കളയില്ലേ. ആ ലോജിക്ക് അങ്ങ് ചെയ്താൽ മതി. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായല്ലോ. അടുത്ത വീഡിയോയിൽ അടുത്ത ടൈപ്പ് ചോദ്യമായിട്ട് കാണാം. താങ്ക് യു.